ഹായ്, ഞങ്ങളുടെ ഗ്യാങ്ങിൽ അവസാന കണ്ണിയുടെ കല്യാണമാണ് ജൂൺ 5-ന്. അത് കോട്ടയത്ത് വെച്ചായതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവളുടെ വീട് മണിയിലാണേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവളുടെ വീട്ടിലേക്കൊന്ന് പോയതാണ് ഇന്ന്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് മണിയിട് പോണത്, അതും ഒറ്റയ്ക്ക് 2 വീലറിന്. ആദ്യമായിട്ടാണ് അത്രയും ദൂരം പോണത്. വഴിയൊന്നും തെറ്റില്ല, അടിപൊളി വഴിയാണ്. വെട്ടിക്കലേന്ന് നേരെ അങ്ങ് വിട്ടാൽ മതി. എന്ത് രസമാണെന്നാണ് കാണാൻ, നല്ല രസമായിരുന്നു. പക്ഷെ ഞങ്ങൾ എപ്പോഴും ബസ്സില്ലാത്തതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. 2 മണിക്ക് സെൻറ്റ് ബേസിലിന് ഓടിപ്പോയി കയറി വിട്ടടിച്ച് പോന്നു. ഇതാട്ടോ ഞങ്ങളുടെ ഗ്യാങ്. അതോടെ ഞങ്ങളുടെ അവസാന കണ്ണീടെയും കെട്ടിച്ചു വിട്ടു. ഞാനിപ്പം ഒരു 12 വർഷങ്ങൾക്ക് ശേഷമാണ് അവരെയൊക്കെ കണ്ടുമുട്ടിയത് എല്ലാവരും. അതുകൊണ്ട് കുറേ കുറ്റവും കുറവൊക്കെ പറയാനുണ്ടാവില്ല. കുശുമ്പൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ട് ഞങ്ങളുടെ സമയം പോയതേ അറിഞ്ഞില്ല. അടിപൊളിയായിരുന്നു. ഇനി എപ്പോഴാണെന്നറിയില്ല. ഇതൊക്കെയല്ലേ ഒരു രസം. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പണ്ടത്തെ ക്ലാസ്സിൽ ഓരോരോ ഇതൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. പെട്ടെന്ന് സമയം പോയി. കുറച്ച് നേരം ഉണ്ടായ പോലെ തോന്നും. അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി തല്ലും പിടിക്കും. നല്ല രസമായിട്ട് കഴിഞ്ഞു. ഇനി എന്നാ പരിപാടിക്ക് കണ്ടുമുട്ടണമെന്ന് പോലും പറയാൻ പറ്റില്ല. ഇപ്പം എത്ര വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് ഞങ്ങൾ കണ്ടത്. സെയിം ഇത് തന്നെ. ഇതിൽ ഞാൻ പഴയ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും മാറ്റം വന്നു. പ്രത്യേകിച്ച് എനിക്കാണ് വന്നേക്കുന്നത്. വണ്ണം വെച്ചു. ബാക്കി അവളുമാർക്കൊന്നും ചിലർക്കൊന്നും ഒരു മാറ്റവും ഇല്ല. നല്ല രസമായിരുന്നു. എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയി. അവിടേക്കൊന്ന് നടന്ന് കാണാൻ തന്നെയുണ്ട് കേട്ടോ. ഇങ്ങനെ തോടും ചിറയും കനാല്. ഞങ്ങൾ എന്നിട്ട് വഴി തെറ്റി ഒരു കനാല് വഴിയൊക്കെ ഞങ്ങൾ അവളെ കയറ്റിയായിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. എന്ത് രസമാണ് കാണാൻ. എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. 2 മണിയായപ്പോൾ ഞങ്ങൾ വിട്ടു. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ എടുത്തില്ല ഞാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് വെട്ടിക്കൽ വഴിയും വന്നപ്പോൾ തിരുവാണിയൂർ വഴിയാണ് വന്നത്. ഇങ്ങനെ ആ വഴി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വഴി ഇങ്ങോട്ട് വിട്ടടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഇതാട്ടോ ഞങ്ങളുടെ മണവാട്ടി എലിസബത്ത് കുട്ടി, ഞങ്ങളുടെ ഗ്യാങ്ങിലെ അവസാന കണ്ണി. ഇത് നീതുവിൽ നിന്നാണ് തുടങ്ങിയത്. ഇങ്ങനെ എല്ലാവരെയും കെട്ടി വെച്ച് എല്ലാവർക്കും പിള്ളേരായി. 1-2 ഇനി ആരുമില്ല. ഇതിൽ ഒരു സിനി മാത്രമായിരുന്നു മിസ്സായുള്ളൂ. അവളും കൂടി ഉണ്ടായാൽ അടിപൊളിയായേനെ. അവളുടെ ഒരു കുറവുണ്ടായുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2013 ഡിഗ്രി പാസ് ഔട്ടായതാണ്. പിന്നെ 2015 എൻ്റെ കല്യാണം. പിന്നെ 2015 ലാസ്റ്റ് ആയപ്പോഴേക്കും അശ്വതിയുടെ കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ 2016 അനീറ്റയുടെ കല്യാണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കണ്ടേക്കണത് ഇപ്പോഴാണ്. ഇതിനിടയ്ക്ക് ഒരു പരിപാടി വന്നായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ആ കൂട്ടത്തിലേക്ക് ചെന്നത്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും മിസ്സായിരിക്കും. ഇപ്രാവശ്യമുണ്ട് അങ്ങനെ ഒരു പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളിനി എല്ലാവരും കൂടി അടുത്ത പ്രാവശ്യം കൂടും, എലിസബത്ത് ഉൾപ്പെടെ. ഞങ്ങളെല്ലാവരും കൂടി അടിച്ചു കൊടുക്കും. ഞാൻ അപ്പോഴേക്കും ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്ളോഗിൽ, ഞാൻ എല്ലാവരും ഇട്ട് നാറ്റിക്കുന്നു. ഇങ്ങനെ സമയമൊക്കെ പോയി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പഴയ ഓർമ്മകളൊക്കെ ഇവർക്ക് ഞങ്ങൾ വിട്ടു. അപ്പം തന്നെ ഇനി ഒരു ദിവസം കൂടാന്നുള്ള ഇതിൽ. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.